മഴയാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ. അപ്പം മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മെയിനായി 3 പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് മഴ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് അല്ലേ. മഴ അല്ലെങ്കിൽ എന്താണ് റെയിൻ അഥവാ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. പ്രസിപ്പിറ്റേഷൻ നടക്കണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? അത് നമ്മളുടെ കടൽ അതായത് സർഫസ് വാട്ടർ എന്താവണം? ഇവാപ്പറേറ്റ് ചെയ്ത് പോകണം. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? വാട്ടർ വേപ്പർ സ്റ്റേറ്റിലേക്ക് അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ആദ്യം നടക്കുന്നത് ആ പ്രോസസ്സാണ്. രണ്ടാമത് നടക്കുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ വേപ്പറായിട്ട് ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ടല്ലോ, ആ അന്തരീക്ഷത്തിലുള്ള ആ ഒരു വാട്ടർ വേപ്പർ എന്താണ് തിരിച്ച് വാട്ടർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് അഥവാ ക്ലൗഡ് ഫോർമേഷൻ, അതിനാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുക. ഇനി മൂന്നാമത് നടക്കുന്ന പ്രോസസ്സാണ് പ്രസിപ്പിറ്റേഷൻ അഥവാ എന്താണ് നമ്മൾ റെയിൻ എന്ന് വിളിക്കുന്നത്. അതെന്താണ്? ക്ലൗഡിൽ ഇതുവരെ സ്റ്റോർ ചെയ്ത് വെച്ച വാട്ടർ ഉണ്ടാവില്ലേ, അതിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അത് താഴത്തേക്ക് പതിക്കും, അല്ലെങ്കിൽ അത് റെയിനായിട്ട് സർഫസിലേക്ക് വരും, അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് വരും. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ റെയിൻ അഥവാ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മഴ നടക്കുന്നത്. അപ്പോൾ മഴ എന്താണെന്ന് മനസ്സിലായല്ലോ.